ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഓം വാണീ ദേവി സുനീലവേണി സുഭവേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും പുണ്യമാർന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ 3-ാം ദിവസം ആനന്ദദായകമായിരിക്കുന്ന അനുഭൂതികളോടുകൂടി സ്വീകരിക്കപ്പെടുവാനും അതിൻ്റെ ഭാഗമാകുവാനും ഒക്കെ സാധിച്ച പുണ്യത്തിന് ഭഗവതിയുടെയും ഭഗവാന്റെയും പാദങ്ങളെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് പൂർണ്ണനായിരിക്കുന്ന അവതാരമാണ് എന്നാണ്. അവതാരങ്ങളെല്ലാം പല വിധത്തിലാണ്. അംശാവതാരം, അംശാംശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം എന്നൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും കാര്യവിചാര തത്കാരണാഭാവാത്, ഒരു കാര്യമുണ്ടാകാൻ അതിനൊരു കാരണവും കൂടി ഉണ്ടാകണമെന്ന്. അപ്പോൾ ഭഗവാൻ ആദ്യം നിശ്ചയിക്കും എനിക്കൊരു അവതാരം എടുക്കണം. അവതാരം എടുക്കുമ്പോൾ ഭഗവാൻ 2 കാര്യങ്ങളാണ് ഒരു അവതാരം കൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന്, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതോടൊപ്പം തന്നെ ധർമ്മത്തെ നിലനിർത്തുക കൂടി ചെയ്യുക എന്നത്. ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അധർമ്മത്തെ ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രമാകുന്നില്ല, അധർമ്മത്തെ ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രമാകുന്നില്ല, മറിച്ച് ധർമ്മത്തെ നിലനിർത്തുക കൂടി തന്നെ ചെയ്യും. അപ്പം ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസകരമായിരിക്കുന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് ഭഗവാൻ ആദ്യം നിശ്ചയിക്കുന്നത് എന്താണ്? ഇനിയും കുറച്ചു കാലം കഴിയുമ്പോൾ ധർമ്മത്തിന് ച്യുതിയുണ്ടാകും. കാലാകാലങ്ങൾ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബലം കുറയും. ആ ബലം കുറഞ്ഞ് അതില്ലാതാകുന്ന ഒരു കാലം വരുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യും? ധർമ്മമില്ലാതാകുന്ന ഒരു കാലം വരുമ്പോഴേക്കും അവിടെ അധർമ്മം ഉണ്ടായി വരും. അപ്പോൾ ധർമ്മം ഇല്ലാതായിക്കൊണ്ട് അധർമ്മം ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന അധർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്രയും കാലം ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ സജ്ജനങ്ങളെ കൂടി നമ്മൾ അവിടെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു അവതാരം തന്നെ ഉണ്ടാകണം. അപ്പം അങ്ങനെ ഒരു അവതാരങ്ങൾ എടുക്കുവാൻ എല്ലാ ഈശ്വരന്മാരും തയ്യാറാകും. ഈശ്വരന്മാരെന്ന് പറയുന്നത് സ്വസ്ഥമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന രൂപഭാവങ്ങളൊന്നും പ്രത്യേകിച്ചില്ലാത്തവരാണ് ഈശ്വരന്മാർ. അവർ എന്ത് ചെയ്യും? ഒരു രൂപഭാവങ്ങളിലേക്ക് എടുക്കും. അവരെന്ത് ചെയ്യും? സാധാരണക്കാരെ പോലെ തന്നെ ജനിച്ചു വളർന്ന് അവരവരുടെ സാമൂഹികമായിരിക്കുന്ന തലങ്ങളിൽ, പ്രായോഗികമായിരിക്കുന്ന തലങ്ങളിലൂടെ അവയെ നിലനിർത്താനായിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് അവർ ഭഗവാന്മാരായി ഉണ്ടാകുന്നത്. ഭഗങ്ങൾ വഹിക്കുക യശസ്, ശ്രീയം, വീര്യം തുടങ്ങിയ ഐശ്വര്യം തുടങ്ങിയ ആ ഭഗങ്ങളെ വഹിച്ചുകൊണ്ട് ഭഗവാന്മാരായും ഭഗവതിമാരായും ഈശ്വരന്മാരും ഈശ്വരിമാരും അവതരിക്കപ്പെടുന്നത് ധർമ്മത്തെ നിലനിർത്താനും അതോടൊപ്പം തന്നെ അവിടെ ധർമ്മമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുകയും കൂടി ചെയ്യണം. അതുകൊണ്ടാണ് വെളിച്ചം പോകുന്ന സമയത്തെ എന്തുണ്ടാകത്തുള്ളൂ? ഇരുട്ടുണ്ടാകത്തുള്ളൂ. ആ ഇരുട്ട് മാറണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവിടേക്ക്
വെളിച്ചത്തെ കൊണ്ടുവരണം. അതുപോലെയാണ് ധർമ്മം എന്ന് പറയുന്ന വെളിച്ചം കുറഞ്ഞു വരുമ്പോൾ കാലക്രമേണ നമ്മൾ അതിൽ നിന്ന് മാറും. ധർമ്മം കൊണ്ടു നടക്കുന്നവരുടെ പ്രത്യേകത, ധർമ്മത്തിൽ നിന്നും അവർ കുറെ കാലത്തിന് ശേഷം എന്ത് ചെയ്യും? ധർമ്മത്തിൽ നിന്നും കുറേശ്ശെ അവർ മാറി തുടങ്ങും. പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ 2 വിധത്തിലാണ് മനുഷ്യന്റെ ചിന്തകൾ പോകുന്നതെന്നാണ്. അത് വേണോ വേണ്ടയോ എന്നുള്ളതിനകത്തിൽ വേണമെന്നുള്ളതോടൊപ്പം തന്നെ അത് വേണ്ടാത്തതാണെന്നുകൂടി നമ്മൾ ചിന്തിക്കും. കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുമ്പോൾ വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരേ സമയം തന്നെ 2 തലങ്ങളിലേക്ക് ചിന്തിച്ചു കൊണ്ടാകുമ്പോഴാണ് അധർമ്മവും കൂടിയാണ് അവിടെ, ആസുരികതകളും കൂടിയാണ് അവിടെ വർദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കാലം വർദ്ധിച്ചു വരുമ്പോൾ അവിടെ ഭഗവാൻ അവതരിക്കപ്പെടുന്നു എന്നാണ്. ഇവിടെ ഭഗവാന്റെ കൃഷ്ണാവതാരം പറയുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം, ഭഗവാന്റെ അവതാരത്തിന് തുല്യമായി പറയുവാൻ മറ്റൊരു അവതാരവും ഈ ലോകത്തില്ല. അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗങ്ങളെ പറഞ്ഞ് വലുതാക്കിയാൽ പോലും അത് വലുതാകുകയില്ല. അതിൻ്റെ വലിപ്പം വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നവയാണ് ഭഗവാൻ കൃഷ്ണന്റെ അവതാരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഇന്ന് അവിടെ ഈ യജ്ഞശാലയിൽ അവതരിക്കപ്പെടുമ്പോൾ ഭഗവതിക്ക് പൂർണ്ണമായിരിക്കുന്ന ബലവും കൂടി അവിടെ ഉണ്ടാകുകയാണ്. കാരണം ഭഗവതിയാണ് ഭഗവാന്റെ അവതാരത്തിന്റെ കാരണം. ഈ ലോകത്തോട് ആദ്യം ഭഗവാന്റെ അവതാരത്തെ പറ്റി പറഞ്ഞതാരാണ്? ഭഗവതിയാണ്. അല്ലയോ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടത്, നീ ഓർത്തോ, നിന്നെ കൊല്ലുവാനുള്ള ആള് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ലോകത്തോട് ഭഗവതിയാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് വാസുദേവ സഹോദരി എന്ന് ദുർഗാ ഭഗവതിയെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ലോകത്തോട് ആദ്യം പറഞ്ഞു തന്ന ഭഗവതി അത് പറയുന്നതിന് കാരണം തന്നെ ഭഗവാന്റെ അവതാരം കൊണ്ട് ഭഗവതിമാരുടെയും കൂടി ചൈതന്യത്തിന് കുറെ കൂടി ബലമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരത്തിന് ഇത്രമാത്രം പ്രാധാന്യം. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന, ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നു നമ്മളുടെ ഗുണങ്ങളെ പറ്റിയും അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് ഭക്തി ഉണ്ടാകേണ്ടതെന്നും അതോടൊപ്പം തന്നെ ആ ഭക്തി ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ടായെന്നും ആ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന വഴികളിലൂടെ നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയിലൂടെ യാത്രകൾ ചെയ്ത് യഥാർത്ഥമായിരിക്കുന്ന ചൈതന്യ സ്വഭാവ ഗുണത്തെ നമ്മൾ സ്വീകരിക്കപ്പെടണമെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്നലെയൊക്കെ പറഞ്ഞത് ഉണ്ട്. അപ്പൊ ഇന്നലെ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട്, അപ്പൊ അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഗുരുനാഥൻ ആദ്യം നമ്മളോട് പറയും ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് വിധി നിഷേധങ്ങൾ എന്ന് പറയും. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുതാത്തവയും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ, അല്ലെങ്കിൽ ഒരു വിശേഷത തന്നെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മളോട് പറയും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലോട്ട് പോകുമ്പോൾ വാതിക്കലോട്ട് അങ്ങോട്ട് കയറുമ്പോഴേ ശൂലത്തെ കുത്തിയെടുത്ത് എണ്ണയ്ക്കകത്ത് മുക്കിയെടുത്തിട്ട് അപ്പുറത്തിടും. പിന്നെ അതിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അത് കുറേശ്ശെ മുറിച്ച് മൃഗം കഴിക്കാൻ കൊടുക്കും. അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അടുത്തടുത്തേക്ക് കൃമികൾക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും ഇല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞ എന്ത് ചെയ്യും, കള്ളം പറഞ്ഞ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്, കണ്ണു പൊട്ടുമെന്നൊക്കെ പറയില്ലേ? ആ കുറച്ചു കാലമൊന്നും നമ്മൾ കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ കള്ളം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കണ്ണൊന്നും പൊട്ടുന്നതല്ല. അപ്പൊ പിന്നെ കള്ളങ്ങൾ പറയാമെന്ന് പറഞ്ഞു. കാരണം ഏറ്റവും കുട്ടിക്കൊരു ധൈര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? കുട്ടിയോട് അമ്മ പറഞ്ഞു നീ കള്ളമൊന്നും പറയരുത്, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു പൊട്ടും, അതോടൊപ്പം തന്നെ ഭഗവാന്മാരും ഭഗവതിമാരും ഒക്കെ നിന്നെ ഉപദ്രവിക്കും, നീ നരകത്തിലേക്ക് പോകും, ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് വളരെ ഭയന്നിരിക്കുന്ന സമയത്താണ് വൈകിട്ട് വീട്ടിലിരിക്കുമ്പോൾ അമ്മയും അച്ഛനോടൊപ്പം ആ കുഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ ബെല്ലടിക്കും. അപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ ഈ ഫോൺ എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയും നീ പറ ഞാനിവിടെ ഇല്ലെന്ന്. അപ്പൊ എന്ത് ചെയ്യും? അമ്മ ഫോൺ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഹലോ ആരാണ്? അതിൻ്റെ ആളാണ്. എന്ത് ചെയ്യും? അയ്യോ ഇവിടെ ഇല്ല ആള് കേട്ടോ, ഇവിടെ പോയാന്നറിയത്തില്ല, കുറേ നേരമായി ഇവിടുന്ന് പോയിട്ട്, എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല, എപ്പോഴോ വരുമെന്നേ അറിയത്തുള്ളൂ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. എവിടെ സാധാരണ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറയുന്നതാണ്. പക്ഷെ ഇന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും, എപ്പോൾ വരുമെന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ഈ കുഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്തു?
ആകെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. എന്താ? നീ പറ, ഞാനിവിടെ ഇല്ലെന്ന്. അമ്മയെ അതങ്ങ് ഗംഭീരമാക്കി ഒരു കള്ളത്തിന് പകരം അനവധി കള്ളങ്ങൾ പറഞ്ഞു വെക്കും. അപ്പോഴാ കുഞ്ഞിന് മനസ്സിലാകുന്നേ, അപ്പം ഞാൻ കള്ളം പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തുവായാലും ഉറപ്പായിട്ടും ആരുണ്ടാവും? എൻ്റെ അമ്മയും അച്ഛനും ഉറപ്പായിട്ടുണ്ടാവും. എൻ്റെ അച്ഛനും അമ്മയുള്ളിടത്ത് പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം? അവരുടെ കാര്യത്തിൽ തീരുമാനമാണ്. അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനമാണ്. കാരണം മക്കളോട് പറയും, നീ ഇന്ന് പറഞ്ഞാൽ മതി ടീച്ചറിനോട്, ഇന്നതുപോലും പറഞ്ഞാൽ മതി, നിനക്ക് വയ്യായിരുന്നതാണെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. ആ കുഞ്ഞിനെ കൊണ്ട് കള്ളം പറയാൻ പഠിപ്പിക്കുന്ന ആരാ? അമ്മയാണ്. ആ കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ ദ്രോഹങ്ങളെന്ന് പറയുന്ന ഇതാണ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുവാൻ കുഞ്ഞിനെ ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കേണ്ട അമ്മ കുഞ്ഞിനോട് പറയും, നീ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, ഇന്നപോലെ ചെയ്യാൻ പറ്റിയില്ല. രാവിലെയാണ് ഓർക്കുന്നത് ഹോംവർക്കിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെയാണ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഓർക്കും, അപ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ വൈകിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നീ അങ്ങ് പറഞ്ഞേച്ചാൽ മതി ടീച്ചറിനോട്, ഇല്ലെങ്കിൽ വേണം ഞാൻ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ കള്ളങ്ങൾ പറയുന്നതിന് ഒരു ധൈര്യമുണ്ടാക്കി കൊടുക്കുന്ന ഒരു തലങ്ങളിലേക്ക് മാതാപിതാക്കൾ മാറപ്പെടുമ്പോൾ കുട്ടികൾ ഇത് കണ്ടു വളർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിധി നിഷേധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ഈ നരകത്തിലേക്ക് പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ എന്താണ് നരകം എന്ന് പറഞ്ഞു തരുമ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞ് പോയിട്ടൊന്നും അല്ല നരകം, നമുക്ക് നാമേ പണിവതുനാകും നരകവും. അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ നരകങ്ങളായി അനുഭവിക്കപ്പെടുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് എന്തനുഭവിക്കുന്നു എന്നുള്ളൊരു വിഷയമല്ല, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അത് അനുഭവിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ആ ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നന്നായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ആ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു തന്നു, എങ്ങനെയുള്ളതാണ് നരകത്തിലേക്ക് പോകാനുള്ള യോഗ്യതകളെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് ഭാഗവതത്തിൽ. അപ്പോൾ ഈ ഒരു സങ്കല്പം നമുക്ക് പറഞ്ഞു തരുന്നത്, ഇന്നതൊക്കെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നല്ലതൊക്കെ ചെയ്യുവാൻ കൂടി നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കരുത്, ചെയ്യരുത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പുനർചിന്തനം നടത്തണം എന്നുള്ളതാണ്. പറയും, ഏത് വിധത്തിലുള്ള നരകങ്ങൾ, പല വിധത്തിലുള്ള നരകങ്ങൾ ഉണ്ട് എന്നാണ് പറയുക. അവിടെ പല വിധത്തിലുള്ള നരകങ്ങൾ ഉണ്ടെങ്കിൽ ആ നരകത്തിലേക്ക് പോകുന്നവർ എങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് പറയും. മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കപ്പെടുക, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കപ്പെടുന്നവർക്ക് അവർ നരകത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും, ഞങ്ങൾ മോഷണമൊന്നും നടത്തുന്നില്ലല്ലോ, പിന്നെ എന്തിനാ, അപ്പോൾ പിന്നെ പരദ്രവ്യം നമ്മൾ അപഹരിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ മോഷണം നടത്തുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് പൈസ മേടിക്കുന്നതും എന്താണ്? മോഷണമാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും, പറ്റിച്ച് മേടിച്ചല്ലോ ഞാൻ, അപ്പോൾ അവരറിഞ്ഞില്ലല്ലോ, അപ്പോൾ എന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്? അപ്പോൾ നമുക്കവിടെ ഒരു കുറി വീഴുകയാണ്, നമ്മളുടെ നമ്പരും കൂടി അവിടെ എഴുതിയിടുകയാണ്. മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് സമ്പത്ത് കൈക്കലാക്കപ്പെടുന്നവർ നരകത്തിലേക്ക് പോകുമെന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളെ ഹിംസിക്കപ്പെടുന്നവർ. ജീവജാലങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഹിംസിക്കപ്പെടുന്നവർ, അതോടൊപ്പം തന്നെ പിതൃക്കൾ അല്ലെങ്കിൽ മത രക്ഷകർത്താക്കൾ തുടങ്ങിയവരെ ഉപദ്രവിക്കുന്നവർക്കുമൊക്കെ അവർക്ക് കാലസൂത്ര നരകം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഓരോരുത്തരും ഓരോ വിധത്തിലുള്ള നരകങ്ങളിലേക്ക് ചെന്നെത്തുമെന്നാണ് പറയുന്നത്. പ്രജകളെ പീഡിപ്പിക്കുന്നവർ, ജീവിതധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിക്കാത്തവർ, ജീവിതധർമ്മങ്ങൾ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാത്തവർ നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. ജീവിതധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു ജീവിതധർമ്മം എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അതിനൊരു വ്യവസ്ഥ തന്നെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു ആ വ്യവസ്ഥയുടെ പേര്? വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയും. ആ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ ആശ്രമങ്ങളാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 അവസ്ഥകളിൽ കൂടിയാണ് ഒരു വ്യക്തി ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത അവസ്ഥയല്ല ബ്രഹ്മചര്യം എന്ന് പറയും.
ഇപ്പം ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കാത്തത്. ഇപ്പം അയ്യപ്പസ്വാമി ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയും ഇല്ലേ? ആ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കാത്ത ആളെന്നുള്ളതല്ല. 12 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിക്കുന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുക പോലും വേണം. അവിടെ വിവാഹ വിഷയമല്ല പ്രധാനം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ ചരിക്കപ്പെടുന്ന കാലം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിനെ സ്വീകരിക്കുന്ന കാലം, വിദ്യാഭ്യാസ കാലമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മചര്യ കാലത്ത് ആ വേണ്ട വിധത്തിൽ അറിവ് സ്വീകരിക്കുവാനായിട്ട് ഗുരുനാഥന്റെ അടുക്കലേക്ക് ചെല്ലണമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മചര്യത്തിലൂടെ യാത്ര പുറപ്പെടുമ്പോൾ ബ്രഹ്മത്തെ സ്വീകരിക്കപ്പെടുക, അറിവിനെ സ്വീകരിക്കപ്പെടുക, നന്നായി പഠിക്കുന്ന കാലമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ ബ്രഹ്മചര്യത്തിൽ നിന്നും, വിദ്യാഭ്യാസ കാലത്ത് നിന്നും, ഗുരുനാഥന്റെ അടുക്കൽ നിന്നും വേണ്ട വിധത്തിലുള്ള അറിവുകളെല്ലാം സ്വീകരിച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഗുരുനാഥൻ നമുക്ക് നൽകുന്ന ഒരു വലിയ ഉപദേശമുണ്ട്. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഗുരുനാഥൻ ഒരു അനുഗ്രഹിച്ച് പറയും, നിന്നോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? സ്വാധ്യായ മാ പ്രമദ, പഠിപ്പിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നന്നായി പഠിച്ച നീ പഠിച്ച അറിവിൽ നിന്നും നീ ഒരിക്കലും വ്യതിചലിക്കരുത് എന്ന് ഗുരുനാഥൻ നമ്മളോട് പറയും. ഈ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളോടൊപ്പം നമ്മൾ ജീവിതം എന്താണെന്ന് കണ്ടു പഠിക്കുന്നത് ആരുടെ അടുക്കൽ നിന്നാണ്? നമ്മളുടെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്നാണ്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം. ഒരമ്മയെ കണ്ടിട്ടാണ് ഭാര്യ എങ്ങനെയായിരിക്കണം. പിന്നീട് ഒരു അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണം എന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോയിയെങ്കിൽ അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ആ തലങ്ങളിൽ വരുമ്പോൾ അത് വേണ്ട വിധത്തിൽ അത് മുന്നോട്ട് പോകും. അപ്പോൾ അച്ഛനോടും മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന ബ്രഹ്മചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടി തൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് പോകണമെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമായി കഴിയുമ്പോൾ, അവരും അല്ലെങ്കിൽ ആ പെൺകുട്ടി ബോധ്യമായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു നല്ല വിവാഹ ജീവിതം, ഒരു ദാമ്പത്തിക ജീവിതത്തിലേക്ക് അതിനെ എത്തിക്കുന്നു. എത്തിക്കുന്ന സമയത്ത് കുടുംബജീവിതം ആരംഭിക്കുന്ന കാലമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ജീവിതത്തിൻ്റെ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. കാരണം എന്താണ്? ആദ്യത്തെ ധർമ്മം എന്താണ്? ഒരു നല്ല ബ്രഹ്മചാരിയായിരുന്നു താൻ നല്ല വിദ്യാഭ്യാസം, അറിവ് നേടിയ ആളായിരുന്നു. താൻ അറിവും ബോധവുമുള്ള ആളാണ്. അറിവും ബോധവും ഉണ്ടെങ്കിലേ എന്തുണ്ടാവും? തിരിച്ചറിവുകൾ ഉണ്ടാകും. അറിവും ബോധവും കൂടിയുള്ള തിരിച്ചറിവുകൾ ഉണ്ടായി വേണം ഞാൻ മുന്നോട്ട് പോകാൻ. ആ ജീവിതത്തിൻ്റെ കാലം, എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ എൻ്റെ അറിവും ബോധത്തോടു കൂടിയേ ഞാൻ മുന്നോട്ട് പോകാവൂ. അതിനുശേഷം ഞാനൊരു നല്ല മകനായിരുന്നു, ഞാനൊരു നല്ല മകനാണ്. എങ്ങനെയാണ് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ധർമ്മം പരിപാലിക്കപ്പെടുന്നത്? സ്വന്തം മാതാപിതാക്കളുടെ അടുക്കലാണ് പുത്രധർമ്മവും പുത്രീധർമ്മവും ഒക്കെ നമ്മൾ കാണിക്കപ്പെടേണ്ടത്. അവരെ വേണ്ട വിധത്തിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് താനൊരു ഭാര്യയാണ് അല്ലെങ്കിൽ താനൊരു ഭർത്താവാണെന്നുള്ള ധർമ്മവും കൂടി ചെയ്യണം. ആ സമയത്താണ് തനിക്ക് അടുത്ത തലമുറയുണ്ടാകുമ്പോൾ തൻ്റെ മാതാപിതാക്കളൊക്കെ തന്നോട് ചെയ്തിട്ടുള്ളതിൽ നിന്നും ഏറ്റവും നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തൻ്റെ മക്കളെയും, തൻ്റെ മാതാപിതാക്കൾ മക്കളെ എങ്ങനെയാണോ നന്നായി വളർത്തി അതിനേക്കാൾ ഒരു പടിയെങ്കിലും നന്നായി വളർത്തണമെന്ന് വിചാരിച്ച് നമ്മളുടെ മക്കളെയും നല്ല വിദ്യാഭ്യാസത്തിനായി അയക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗൃഹസ്ഥാശ്രമം പൂർണ്ണതയിലേക്ക് എത്തുന്ന കാലത്ത് നമ്മളുടെ മക്കൾ ബ്രഹ്മചര്യത്തിൽ നിന്നും നമ്മളോടൊപ്പം അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്ന് പ്രവേശിക്കും.
അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്ന് പ്രവേശിച്ച് അവർ നല്ല ഗൃഹസ്ഥാശ്രമികളായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും അടുത്ത പടിയിലേക്ക് പോകും. ഏതാണ്? വാനപ്രസ്ഥം എന്ന ജീവിതം. വാനപ്രസ്ഥത്തിൽ എന്താണ് പ്രത്യേകത? നമ്മൾ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും കളയുന്നില്ല, പക്ഷേ ചുമതലകളൊന്നും നമ്മൾ ഏൽക്കില്ല. ഒരു ചുമതലകളൊന്നും ഏൽക്കില്ല. പക്ഷെ ഇതിൽ നിന്നൊന്നും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാതെ മക്കൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നൽകി സ്വസ്ഥവും സമാധാനപരവുമായി കുടുംബത്തിൽ സ്വസ്ഥവും സമാധാനപരവുമായി നിൽക്കും. അപ്പോഴാണ് നമ്മളുടെ മക്കൾ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും അവർ വാനപ്രസ്ഥത്തിലേക്ക് വരുന്ന കാലം. അപ്പോഴത്തേക്ക് വാനപ്രസ്ഥത്തിലിരിക്കുന്ന നമ്മൾ കൊച്ചുമക്കളോടൊപ്പമുള്ള സ്നേഹങ്ങൾ, അവരെ കൊച്ചുമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നല്ല നല്ല അറിവുകൾ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി മുകളിലേക്ക് കൊണ്ടുവരുന്ന കാലത്ത് നമ്മളുടെ മക്കൾ വാനപ്രസ്ഥത്തിലേക്ക് വരുന്ന കാലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സന്യാസത്തിലേക്ക് പോകണം. സന്യാസത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവി വേഷം ധരിച്ചുകൊണ്ട് രുദ്രാക്ഷമാല അണിഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന വാക്കിന്റെ അർത്ഥം സ്വയം വേണ്ട എന്ന് വെക്കുകയാണ്. സന്യസിക്കുക, സ്വയം അതെല്ലാം വേണ്ട എന്ന് വെക്കുകയാണ്. ആഘോഷങ്ങളും ആർഭാടങ്ങളിൽ നിന്നും എല്ലാം പരിപൂർണമായിട്ടുള്ള ഒഴിവുകളാണ്. എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും പരിപൂർണമായിട്ട് ഒരു പൂർണ്ണമായിരിക്കുന്ന ഒഴിവ്. കാരണം ഇത്രയും കാലം താൻ സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള ആഘോഷപൂർവമായിരിക്കുന്ന ജീവിതങ്ങളെല്ലാം നിർവഹിച്ചു. ഇനിയും സ്വസ്ഥവും സമാധാനപരവുമായി നമ്മൾ മുന്നോട്ട് പോകണം. സ്വയം നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന തലത്തിൽ ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടബോധം വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പിടിവിടാത്തത്, ഇല്ലേ? ഇപ്പോഴും പിടിവിടുവോ? ഇല്ല. ഇപ്പോഴും താക്കോല് നമ്മുടെ കയ്യിലല്ലയോ? ഇപ്പോഴും ആധാരത്തിനകത്ത് ആരുടെയും കൂടെ പേര് വേണം, എൻ്റെയും കൂടെ പേര് വെച്ചിട്ട് മക്കളെ പോലും നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെയും കൂടി പേര് വെച്ചിട്ട് നമ്മുടെ കാലശേഷം അല്ലാതെ ഇതിനകത്തിൽ ഒരു തടി വെട്ടാൻ സമ്മതിക്കുക? വെട്ടാൻ സമ്മതിക്കത്തില്ല. നമ്മൾ അങ്ങനെയായി ആ ഒരു തലത്തിലേക്ക് അപ്പുറത്തെ അനുഭവങ്ങൾ കണ്ട് ഇപ്പുറത്തും അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പുറത്തെ തലത്തിലുള്ള മക്കളെ പോലെ ഇപ്പുറത്തെ മക്കളും ആയി വരും. ആ തലത്തിലേക്കായി മാറണം. അപ്പോൾ സന്യാസം സ്വയം നമ്മൾ ഇവയെല്ലാം വേണ്ടാന്ന് വെച്ചു. മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അവരാഘോഷിക്കട്ടെ, അവർ ജീവിക്കട്ടെ. സമ്മതിക്കത്തില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ തീരുമാനം എന്താണ്? നമ്മൾ പറയുന്ന പോലെ വേണം നമ്മുടെ മക്കൾ ജീവിക്കാനെന്ന്. നമ്മൾ പറയുന്ന പോലെ ജീവിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലത്ത് അവരെ നല്ല രീതിയിൽ നമ്മൾ വളർത്തും. വീണ്ടും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കാതെ ഒക്കത്തില്ല, എന്നോട് പറയാതെ ഒക്കത്തില്ല, എന്നെ കൊണ്ടുപോകാതെ ഒക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും സ്വന്തം ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും പ്രായം സന്യാസത്തിനപ്പുറത്തെത്തിയാലും ഗൃഹസ്ഥാശ്രമത്തിന്റെ ചിന്തയിൽ നിന്നും പിടിവിടാതെ നിൽക്കുന്ന മാതാപിതാക്കൾ. മക്കളുടെ ജീവിതം എങ്ങനെയാണെന്നേലും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയാലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തത്തോടുകൂടി പിടിവാശിയോടുകൂടി കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാം. അപ്പൊ അവരെന്തേ വിചാരിക്കത്തുള്ളൂ, അവരെന്തേ പ്രാർത്ഥിക്കത്തുള്ളൂ? അതിനകത്ത് പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? കാലശേഷം എൻ്റെ ഭഗവാനെ അത് എന്ന് വരും ആ ദിവസം എന്ന് ആഗ്രഹിക്കുന്നു. സ്വന്തം മാതാപിതാക്കളുടെ മരണത്തെ ആഗ്രഹിക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയാം. എങ്കിലേ ഇനി ഒരു സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ തരത്തിലേക്ക് സന്യാസം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. നമ്മളുടെ ജീവിതം ആവശ്യമുള്ള കാലത്തോളം അത്രയും നമ്മൾ നന്നായി ജീവിച്ചിരുന്നു. ചിലപ്പോൾ ജീവിക്കാൻ പറ്റാത്തതിൻ്റെതായിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇപ്പുറത്ത് കാണും. ഇതൊക്കെ കാലത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഞാൻ കുറച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വന്ന് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരുടെ ഓരോ ഭാഗങ്ങൾ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നും. അതെന്തിൻ്റെ ദോഷമാണെന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെ ദോഷമല്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
മക്കൾ മക്കളുടേതായിരിക്കുന്ന വിഷമങ്ങൾ, മാതാപിതാക്കളുടേതായിരിക്കുന്ന പക്ഷെ അവനെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഞാനല്ലേ? അപ്പോൾ എന്നോട് വേണ്ട ആദ്യം പറയാം, എനിക്ക് 500 രൂപയുടെ സെറ്റ് എടുത്തിട്ട് അവൾക്ക് അതുകൊണ്ട് 1000 രൂപയുടെ സാരി എടുത്തു. എന്നിട്ട് ഈ കഴിഞ്ഞ കൊല്ലം മേടിച്ച സെറ്റ് ഇപ്പോഴും അലമാരിക്കകത്തിരിക്കുക, തൊട്ടിട്ടില്ല. എന്നാലും അതല്ലല്ലോ. അവസാനം എന്ത് ചെയ്യും? സാരിയുടെ സ്റ്റിക്കർ എടുത്ത് റോഡിൽ വെച്ച് സാരിയുടെ സ്റ്റിക്കർ എടുത്ത് അമ്മയുടെ സെറ്റിൽ ഒട്ടിച്ചുകൊണ്ട് വന്ന മകന്മാരെ എനിക്കറിയാം. അത് കുറേ കാലം കഴിയുമ്പോൾ മോള് വന്നപ്പോൾ അമ്മ ഈ സെറ്റ് എടുത്ത് കൊടുക്കും. മരുമോക്ക് കൊടുക്കത്തില്ലെങ്കിലും മോകള് വരുമ്പോൾ എടുത്ത് കൊടുക്കും. ഈ സെറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ സാരിയുടെ വില 1000 രൂപ. അമ്മ ഇത് സാരിയുടെ സ്റ്റിക്കറാണല്ലോ എന്ന് പറഞ്ഞു. അന്നേരമാണ് അമ്മ അറിയുന്നത് 1.5 കൊല്ലം കൊണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടെന്ന്. അന്ന് അവിടെ പ്രശ്നമാണ്. എനിക്കറിയാവുന്നൊരു കുടുംബമാണ്. അപ്പൊ എന്നോട് പറയുന്നത്, അന്നേരം നമുക്കതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം മാതാപിതാക്കളോട് അത് ചെയ്യാൻ ഒരു മക്കൾ ചിന്തിക്കണമെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യമുള്ളേ ഉള്ളൂ. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നന്നായി ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ പോകാൻ പോകുന്ന ജീവിതത്തിലേക്ക് ഈ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർക്ക് മാത്രമല്ല, മക്കളെ ഉപദ്രവിക്കുന്നവർക്കും നരകമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ടൊരിക്കലും ഒരു വേദിയിൽ വെച്ച് ഒരാൾ ചോദിച്ചതാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെയാണല്ലോ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഈ മക്കളായിരിക്കുന്ന എന്നെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ് തിരുമേനി, ഞങ്ങളെ അങ്ങോട്ട് കയറ്റത്തില്ല. എന്താണ് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് നരകമുണ്ടോ എന്ന് ചോദിച്ച മക്കളുമുണ്ട്. അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അവർ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, മറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. ആ തലത്തിലേക്കായി സാമൂഹികമായിരിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നമുക്ക് നരകങ്ങളുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതാണ് ജീവിതധർമ്മങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാതാപിതാക്കളോട് ചെയ്യേണ്ട ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക, മക്കളോട് ചെയ്യേണ്ട ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക, സമൂഹത്തോട് ചെയ്യേണ്ട ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് വിശന്ന് വന്ന് ഭക്ഷണം യാചിക്കുന്നവന് ഭക്ഷണം നൽകാതെ നമ്മൾ കഴിക്കുക. വിശന്ന് വരുന്നവന് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മുടെ വീട്ടിലെ ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ആഹാരകാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരോട് നമ്മൾ ആഹാരം വേണമെന്ന് ചോദിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, വിശന്ന് വന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജീവവർഗങ്ങളെ ദണ്ഡിപ്പിക്കുന്ന അല്ലെങ്കിൽ പക്ഷി മൃഗാദികളെ ഈ കൂട്ടിലൊക്കെ അടച്ചു വളർത്തുകയും മൃഗങ്ങളെയൊക്കെ കൂട്ടിലടച്ചൊക്കെ വളർത്തുന്നവർക്കും എന്തുണ്ട്? നരകമുണ്ടെന്ന് വിചാരിച്ചോണം. പട്ടിയും പൂച്ചയും പക്ഷിയെയൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ ആലോചിച്ചോണം. നമ്മൾ വിചാരിക്കുക അതൊരു വലിയ രസമാണ്, നല്ല ഭംഗിയാണെന്ന്. പക്ഷേ അതല്ല, അവയൊന്നും കെട്ടിയിട്ട് വളർത്താനുള്ളതല്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് അറിയണം. പക്ഷികളാണെങ്കിലോ അവയെ കൂട്ടിലിട്ട് വളർത്തിയ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണെന്ന് അറിയണം. അവരാരും നമ്മൾ നന്നാവാൻ അവരാരും പ്രാർത്ഥിക്കത്തില്ല. എന്തേ ഉണ്ടാവത്തുള്ളൂ? അവരും വിചാരിക്കും ഈ സമയം എന്നാ വരുന്നതെന്ന് അവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവർക്ക്, അന്യ ആൾക്കാരെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ബുദ്ധിമുട്ടിക്കുന്നതിന് ദൈവനിന്ദ കാണിക്കുന്നവർക്ക് നരകങ്ങൾ ലഭിക്കുകയുണ്ടാവുമെന്ന് പറയുന്നു. മോഷണം നടത്തുന്നവർക്ക് നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ എനിക്കത് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അതോടൊപ്പം തന്നെ പക്ഷിയാദികളെ ഏതൊരുവൻ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുവോ അവരെ ഭീകരമായ യമപുത്രന്മാർ കുംഭീഭാഗം നരകത്തിലെത്തി ദണ്ഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷിമൃഗാദികളെയൊക്കെ കൊല്ലുമ്പോൾ ഓർത്തോണം, നല്ല രസമായിരിക്കും അത് കഴിഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള നരകങ്ങളിലൂടെയുള്ള യാത്രകൾ, നരകങ്ങളിലേക്ക് ചെന്നെത്തുവാൻ നമുക്ക് സാധിക്കപ്പെടരുത്. അങ്ങനെ സാധിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട്, അതിന് ഇത്രയേ ഉള്ളൂ, ജീവിതധർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക. നമ്മളുടെ ജീവിതധർമ്മങ്ങൾ കൃത്യമായി ചെയ്യപ്പെട്ടാൽ നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല എന്ന്
കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെന്തുണ്ടാകണം? സത്യവും ധർമ്മവും നീതിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സത്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, സത്യമേ പറയാവൂ. സത്യമൊക്കെ പറയുവാൻ നമ്മൾ പൂർണ്ണമായും നമ്മൾ നിർബന്ധിതരാവണം. നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും പറയണം. കുട്ടികളോട് കള്ളം പറയരുത്, കുട്ടികളും കള്ളം പറയും. കുട്ടികളോടാണ് കള്ളങ്ങൾ ഒരുപാട് പറയും. അത് കേട്ടിട്ടാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാം പറയുന്നത് കള്ളമാണോ ശരിയാണോ എന്നൊക്കെ അവർക്കറിയാം. അപ്പം അതുകൊണ്ട് എപ്പോഴും സ്വധർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കപ്പെടുവാൻ, സ്വധർമ്മത്തിലൂടെ കൃത്യമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധിക്കപ്പെടണം. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. യജ്ഞശാലയിലെ വഴിപാട് സമർപ്പിക്കപ്പെട്ടത് ചെറുകോൽ ശ്രീ ശിവദത്തിൽ ശ്രീ രവിശങ്കർ ശർമ്മയാണ്. അതോടൊപ്പം തന്നെ ചുറ്റുവിളക്ക് വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത് ഐക്കര ജ്യോതിമോൾ ജെ നായരാണ്. അതോടൊപ്പം തന്നെ നിത്യപൂജ വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത് വാളക്കുഴി പുത്തേത്ത് മേപ്പുറത്ത് ശ്രീ സുരേഷ് അവറുകളാണ്. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് അന്നദാനം വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത് മുളവൂർ ഗോകുലത്തിൽ ശ്രീ വരുൺ, കരകാലിൽ അശോക് പി നായർ, ലക്ഷ്മി സദനത്തിൽ ശ്രീ പ്രവീൺ MS, പെരുന്തോളത്ത് ശ്രീ അജി എസ് കുറുപ്പ്, ചെറുതാല ഗംഗാനിലയത്തിൽ ലക്ഷ്മി പ്രകാശം, കരകാലിൽ ശ്രീ വിഷ്ണു ശങ്കർ, കാഞ്ഞിരക്കോട്ട് ഇവ അജേഷ്, വട്ട നിൽക്കുന്നതിൽ ശ്രീ VK തങ്കമ്മ. ഈ ഇത്രയും കുടുംബാംഗങ്ങളാണ്, ഇത്രയും അംഗങ്ങളാണ് ഇന്നത്തെ അന്നദാന വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത്. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ജഗദീശ്വരൻ നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദാരിദ്ര്യദഹന സ്തോത്രം നമുക്ക് ജപിക്കാം. ദാരിദ്ര്യദഹന സ്തോത്രം ജപിക്കാം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഗൗരിപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മവിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ.
പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. അന്നവും വസ്ത്രവും ഒന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മുട്ടുവരരുത് എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക.